പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ സാഹിബു യാസീനിന്റെ കഥ പഠിച്ചവൻ പറയുന്നുണ്ട്. 3 പ്രവാചകന്മാർ ഒരു നാട്ടിൽ ദഅവത്ത് നടത്തുകയാണ്. ആ പ്രവാചകന്മാരെ കൊല്ലാനോങ്ങിയ ആ ജനതയോട് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, വജാ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു മനുഷ്യനതാ ഓടി വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഓടിക്കിതച്ചുകൊണ്ട് വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ സമുദായമേ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ നബിമാരെ പിൻപറ്റുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ആരാണോ നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തത്, ആരാണോ നിങ്ങളോട് പണം ചോദിക്കാത്തത്, ദുനിയാവിന്റെ പളപളപ്പ് ആഗ്രഹിക്കാത്തത്, ആ ആളുകളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക എന്ന സ്വാഹിബു യാസീനിന്റെ ഉപദേശം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ആളുകളെ പിൻപറ്റുമ്പോൾ മാത്രമേ യഥാർത്ഥ ദീനിലേക്ക് നമ്മളെ അവരെത്തിക്കൊള്ളൂ. വയറ്റിപ്പഴപ്പിന് വേണ്ടി ദീന് വെക്കുന്ന ആളുകൾ എപ്പോഴും അവരുടെ വയറ്റിപ്പഴപ്പ് മാത്രമേ നോക്കുള്ളൂ. അവർക്കെന്നും കണ്ണ് നിങ്ങളുടെ ഹൃദയത്തിലേക്കായിരിക്കില്ല, നിങ്ങളുടെ പോക്കറ്റിലേക്കായിരിക്കും. നമ്മുടെയൊക്കെ പോക്കറ്റും ഹൃദയവും ഒരേ ഭാഗത്താണെന്നുള്ളതാണ്. പോക്കറ്റ് നോക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അല്ല, പോക്കറ്റിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ പണമാണ് അവർക്ക് ആവശ്യം, നിങ്ങൾ നൽകുന്ന സൗകര്യങ്ങളാണ് അവർക്ക് ആവശ്യം, ദുനിയാവാണ് അവർക്ക് ആവശ്യം. അവർക്ക് നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ നന്നാവണമെന്ന് യാതൊരു ആഗ്രഹമില്ല. അതുകൊണ്ടാണ് പടച്ചോന് അള്ളാഹുവിൽ ഇങ്ങനെ വിളിക്കാണ് പിറകോട്ട്. പടച്ചോനെന്ന് വിളിക്കാൻ നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചൂഷണം കഴിയുന്ന മേഖല ഏതാ? മതമാണ്, ദീനാൻ. നിങ്ങളിപ്പോൾ വണ്ടി എടുത്ത് നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോകാമെന്ന് ഇരിക്കുക. ഒരാൾ റോഡ് സൈഡിൽ നിന്നിട്ട് നാരങ്ങ വെക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്താ നാരങ്ങൻ്റെ വില? കിലോ 300 റുപ്യ. ആരെങ്കിലും വാങ്ങിക്കുമോ? അല്ലെങ്കിൽ കിലോ 500 റുപ്യ. ആരെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വരും, ആരും അത് വാങ്ങിക്കൂല. എന്നാൽ ഇതേ നാരങ്ങ ഒരു സലാത്ത് നഗറിലേക്ക് കൊണ്ടുപോയി കുറച്ച് സലാത്തൊക്കെ ചൊല്ലി കുറച്ച് ദുആ ഒക്കെ ചെയ്ത് കിലോന് 1500 റുപ്യ പറഞ്ഞാലും സെക്കൻഡ് കൊണ്ട് വിറ്റ് തീരും. ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ദീൻ, സാധാരണക്കാരായ മനുഷ്യരുടെ മതം. അതാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആദ്യം എന്ത് വേണം? പടച്ചോൻ്റെ അടുത്ത് ഇങ്ങോട്ട് വലിക്കണം. കാരണം അള്ളാഹ്ക്ക് പൈസ ഉണ്ടല്ലോ. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖ് വമാ ഉരീദു അൻ യുത്ഇമൂൻ. എനിക്ക് നിങ്ങൾ പൈസ വേണ്ട. പടച്ചോൻ പറയാൻ, എനിക്ക് നിങ്ങൾ പണം വേണ്ട, നിങ്ങൾ എന്നെ തിന്നിക്കാനൊന്നും വരണ്ട, നിങ്ങൾ എന്നെ ഭക്ഷണം കഴിപ്പിക്കണ്ട. ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ഞാനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. പടച്ചോനൊന്നും വേണ്ട. അള്ളാഹിനോട് നമ്മൾ ചോദിച്ചാൽ മതി, അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി. അള്ളാഹുവിന് സന്തോഷം, അള്ളാഹുവിന് ആനന്ദമാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് പൈസക്ക് ഈ ദുആ വെക്കണം, പണത്തിന് ഈ ആവശ്യങ്ങൾ വെക്കണം. അതിനുവേണ്ടി എന്തുണ്ടാവണം? അള്ളാഹുവിന് മുകളിൽ കയറ്റി വെക്കുന്ന കുറെ ഔലിയാക്കന്മാരുടെ കഥകൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. അതന്നെ നിങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ടാവും, ഒരു സ്ത്രീക്ക് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാവുന്നില്ല. ഡോക്ടറെ അടുത്തൊക്കെ കാണിച്ചു, ആയുർവേദ ചികിത്സയും അലോപ്പതി ചികിത്സയും ഹോമിയോപ്പതി ചികിത്സ ഒക്കെ നടത്തിയിട്ടൊന്നും ഫലിക്കുന്നില്ല. അവസാനം ഒരു തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, എനിക്ക് കുട്ടീനെ തന്നേ പറ്റുള്ളൂ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, അള്ളാഹിനോട് പറയണം. അങ്ങനെ തങ്ങൾ ചോദിച്ചു. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്, അള്ളാഹിൻ്റെ റസൂലിന് പറ്റിയിട്ടില്ല. റസൂലിന് കുറച്ച് നാൾ വഹി നിലച്ചിട്ടുണ്ട്, ഖുർആൻ ഇറങ്ങുന്നത് നിലച്ചുപോയി കുറച്ച് നാള്. പ്രവാചകൻ വലിയ വേദനയോടെ പ്രയാസത്തോടെ നടക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നാളുകൾക്ക് ശേഷം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. പൂർവാഹ്നം തന്നെയാണ് സത്യം, രാത്രി അത് ശാന്തമാകുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. അങ്ങയുടെ റബ്ബ് വിട്ടുകളഞ്ഞിട്ടില്ല, അങ്ങയുടെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല. ഈ ദുനിയാവിനേക്കാൾ എന്തുകൊണ്ടും അങ്ങേക്ക് ഉത്തമം ആഖിറമാണ്. റസൂലിന് ആ കോണ്ടാക്ട് പടച്ചോനായിട്ടുണ്ടായിട്ടില്ല, പടച്ചോനെ ഡയറക്റ്റ് കോണ്ടാക്ട്. എന്നാൽ ഈ തങ്ങളുപ്പാപ്പക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. പടച്ചോനോട് ചോദിക്കാണ്, പടച്ചോൻ എന്താ കുട്ടിനെ കൊടുക്കാത്ത? മേലോട്ടോക്ക് ഇങ്ങനെ ചോദിക്കുക, എന്താ കുട്ടിനെ കൊടുക്കാത്ത? അപ്പോൾ പടച്ചോൻ പറയാണ്, കുട്ടിനെ കൊടുക്കാൻ പറ്റൂല, കാരണം ലൗഹുൽ മഹ്ഫൂദിൽ കുട്ടിനെ കൊടുക്കൂല എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടിനെ കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇയാൾ എന്താ ചെയ്ത്? അതാണ് പ്രശ്നം. അതിന് എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കി തരൂലേ? ഇയാൾ തൻ്റെ തലപ്പാവ് ഊരിയിട്ടോട്ട് എറിഞ്ഞു എന്നാണ്. ഈ തലപ്പാവ് ഇങ്ങനെ പോയിട്ട് ആ ലൗഹുൽ മഹ്ഫൂദിൽ വിധി അങ്ങോട്ട് മായിച്ചിട്ട് അതിങ്ങോട്ട് അതേപോലെ തിരിച്ചു വന്നു. അപ്പം പടച്ചോൻ പറ, ഇപ്പം ശരിയായല്ലോ, ഇപ്പം ഒരു കുഴപ്പമില്ല, ഇനി കുട്ടിനെ കൊടുക്കാം എന്ന് പടച്ചോൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് 7 കുട്ടികളെ കൊടുത്തു
എന്നാണ് ഐതിഹ്യം. ഇത്തരത്തിലുള്ള കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഖുർആനിൽ ഒരു ആയത്തിന് എന്താണ്? ഒരു നഫ്സിന് അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ആ നഫ്സിനെ പിന്നീട് ഒരു സെക്കൻഡ് പോലും ജീവിപ്പിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. കാരണം ആ അവധി എഴുതിയത് പടച്ച റബ്ബാണ്. ആ അവധി അയാൾക്ക് നിശ്ചയിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അവധിയിൽ നിന്ന് അയാളെ കരകയറ്റാൻ, അയാൾക്ക് കുറച്ചുകൂടി ആയുസ് കൊടുക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. ഖുർആനാണ്. എന്നാൽ മൊയ്‌ദി ശൈഖിന്റെ മാലയിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു മുരീദിന്റെ റൂഹ് പിടിച്ചു. ഇത് ഉസ്താദുമാരിങ്ങനെ പരസ്യമായിട്ട് പറയണത്, ഒരു മുരീദിന്റെ റൂഹ് പിടിച്ചു. ആ റൂഹ് പിടിക്കുമ്പോൾ മൊയ്‌ദി ശൈഖിന്റെ സമ്മതം ചോദിച്ചില്ല. മലക്കുൽ മൗത്ത് റൂഹും പിടിച്ചിട്ട് അങ്ങനെ ആകാശത്തേക്ക് പോകുമ്പോൾ മൊയ്‌ദി ശൈഖ് പിന്നാലെ ചേസ് ചെയ്തിട്ട് പോയി. എന്നിട്ട് വട്ടിട്ടിട്ട് പിടിച്ചിട്ട് പറയാണ്, നിന്നോട് ആരാ എൻ്റെ മുരീദിന്റെ റൂഹ് പിടിക്കാൻ പറഞ്ഞത്? മലക്കുൽ മൗത്ത് പടച്ചോനാണ് പറഞ്ഞത്. അല്ല പറഞ്ഞിട്ടാണ് വന്ന്, എന്നോട് ചോദിക്കണ്ടേ എൻ്റെ മുരീദിന്റെ റൂഹ് പിടിക്കാൻ. അങ്ങനെ അന്ന് പിടിച്ച എല്ലാ റൂഹും തട്ടിപ്പറിച്ച് താഴ്ക്കിട്ടും അന്ന് മരിച്ച എല്ലാവരും ജീവിച്ചു. ഇതാണ് കഥ. അള്ളാഹുവിന്റെ ഖദറിൽ കൈകടത്തുന്ന പടച്ചോൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള വലികളെ കുറിച്ചും തങ്ങന്മാരെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന് ഈ ജനങ്ങൾ അകലുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കാഴ്ചപ്പാടിൽ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഈ ഔലിയാക്കളുടെ കേവലം ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. ഔലിയാക്കൾ പറയുന്നത് അനുസരിച്ച് നീങ്ങുന്ന, അവർ പറയുന്നതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന കേവലം ഒരു അസിസ്റ്റന്റ് മാത്രമാണ് അള്ളാഹു എന്ന് ഇവരുടെ ജൽപ്പനങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും മാലകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്ക് വാ. അവിടെ നമുക്കറിയാൻ പറ്റും യഥാർത്ഥ അള്ളാഹു ആരാണെന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഒരു ആയത്ത് പാരായണം ചെയ്യുകയാണ്. സൂറത്തു സുമറിലുള്ള ആയത്ത്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് മിമ്പറിൽ നിന്ന് പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് മിമ്പറതാ വിറക്കാൻ തുടങ്ങുന്നു. ആ മിമ്പർ പ്രവാചകനെയും കൊണ്ട് താഴേക്ക് വീഴുമെന്ന രൂപത്തിൽ ആ മിമ്പർ ഇങ്ങനെ വിറക്കുകയാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാൽ. من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم. ഈ ലോകത്ത് സജൈവവും അജൈവവുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരു വസ്തു പോലും ഇല്ല. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാതെ, അള്ളാഹുവിനെ സ്തുതിക്കാത്തൊരു വസ്തു പോലും ഈ ദുനിയാവിലില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരുടെ മലക്കുകളുടെ ആധിക്യം നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ആകാശഭൂമികൾക്കിടയിൽ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലുമില്ല. ആ സ്ഥലത്ത് ഒരു മലക്ക് സുജൂദ് ചെയ്യുന്നുണ്ടാവും, ഒരു മലക്ക് റുക്കൂ ചെയ്യുന്നുണ്ടാവും. അത്രമാത്രം ആധിക്യം അല്ലാഹുവിന്റെ മലക്കുകൾക്കുണ്ട്. ആ മലക്കുകളോട് ഇസ്രാഫീൽ സൂറിലൂതാൻ പോകുമ്പോ പടച്ചവൻ എഴുന്നേൽക്കാൻ പറയുകയാണ്. ആ മലക്കുകൾ മറുപടി പറയുന്നതാണ്, അല്ലാഹുമ്മ റബ്ബനാ മാ അബദനാക ഹഖ്ഖ ഇബാദതിക്. നിന്നെ ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് ഈ പറയുന്ന മലക്കുകൾ മുഴുവൻ അള്ളാഹുവിനോട് പറയുമെന്നാണ്. ഏഴാമത്തെ ആകാശത്തിൽ പ്രവാചകൻ എത്തിയപ്പോ അവിടെ യഥാ ഒരു സ്തംഭം കാണുകയാണ്, വലിയൊരു സൗധം കാണുകയാണ്. പ്രവാചകൻ ചോദിക്കുന്നു ജിബ്രീലിനോട്, ജിബ്രീലേ ഇതെന്താണ്? ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ബൈത്തുൽ മഅമൂർ, ആകാശത്തിലെ കഅബയാണ്. ഈ കഅബ അല്ലാഹു പടച്ച അന്ന് തൊട്ട് ഓരോ ദിവസവും 70,000 മലക്കുകൾ ഈ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിക്കുമെന്നാണ്. ഒരിക്കൽ പ്രവേശിച്ച മലക്കുകൾ പിന്നീട് ഒരിക്കലും തിരിച്ചിറങ്ങുകയില്ല. അവരവിടെ എങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്. ഇന്നും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ ആധിക്യം എത്രയാണ്! അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ ആധിക്യം എത്രയാണ്! അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞിരുന്നത്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏറ്റവും ധിക്കാരികളായി, അഹങ്കാരികളായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടന്നാൽ അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ യാതൊന്നും തന്നെ കുറയാനില്ല.
എന്നാൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരും ഏറ്റവും നല്ലവരായി മാറി പടച്ചറപ്പിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചാലും അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ യാതൊന്നും തന്നെ വർദ്ധിക്കാനുമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചറപ്പ് പരിശുദ്ധ ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തിയ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വത നിരകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ വിശ്വസുന്ദരമായ ഹൃദയത്തിന് കുളിര് കോരുന്ന സംസാരം കഴിഞ്ഞതിന് ശേഷം മൂസാ നബി അള്ളാഹുവിനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. ആവശ്യം എന്താണ്? റബ്ബി അരിനീ അൻദുർ ഇലൈക, അല്ലാഹുവേ എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്, എന്റെ മനസ്സിലൊരാശ കൂടിയുണ്ട് റബ്ബേ. ആശ എന്താണ്? എനിക്ക് നിന്നെയൊന്ന് കാണണം അല്ലാ, നിന്റെ ദാത്തിനെയൊന്ന്, നിന്റെ രൂപത്തെ എനിക്കൊന്ന് കാണണം റബ്ബേ. ഖാല ലാ തറാനി, മൂസാ നിനക്കെന്നെ കാണാൻ കഴിയില്ല, എന്നെ ദർശിക്കാൻ നിനക്ക് കഴിയില്ല. എന്നാൽ നിന്റെ ആഗ്രഹം മതിരി കവിഞ്ഞതാണെങ്കിൽ നീ ആ കാണുന്ന വലാകിൻ ഇൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, നീ നിന്റെ മുന്നിൽ കാണുന്ന വലിയ പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിന് മുകളിലേക്ക് നീ നോക്കി നിൽക്കുക. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്കെന്നെ കാണാം മൂസാ, എന്റെ ദാത്തിനെ നിനക്ക് കാണാം മൂസാ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ മാമലക്ക് മുകളിലേക്ക് അവതരിക്കാൻ തുടങ്ങിയപ്പോ, ആ മാമലക്ക് മുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ ആ മാമലയതാ വിറക്കാൻ തുടങ്ങുകയാണ്, അത് തകർന്ന് തരിപ്പണമാകുകയാണ്. ജഅലഹു ദക്കാ, എന്നിട്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമാകുന്നു. വഖറ മൂസാ സഇഖാ, ഈ ഭയാനകമായ രംഗം കണ്ട് മൂസാ നബി ബോധം കെട്ട് വീഴുകയാണ്. ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. ബോധം തെളിഞ്ഞ സമയം മൂസാ നബി പറയുകയാണ്, റബ്ബേ ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, നീ പരിശുദ്ധനാണ് റബ്ബേ, നിന്നെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിലും വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും മുൻപന്തിയിൽ തന്നെയായിരിക്കും റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തും അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ മഹത്വവും പരിശുദ്ധ ഖുർആൻ വിവരിച്ചതാണ്. സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്തുകൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ വർ-റഹ്മാനുർ റഹീം. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ-മലികുൽ ഖുദ്ദൂസുസ് സലാം അൽ-മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ് അൽ-ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന്റെ എണ്ണമറ്റ നാമങ്ങളും അവന്റെ സിഫത്തുകളും എണ്ണി പറയുകയാണ് പടച്ച റബ്ബ്. അവനാണ് രാജാതിരാജൻ, അവനാണ് പരമപരിശുദ്ധൻ, അവനാണ് കഴിവുറ്റവൻ, അവനാണ് എല്ലാത്തിന്റെയും അധികാരമുള്ളവൻ, അവനാണ് രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്നവൻ, അവനാണ് പരമപരിശുദ്ധൻ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്, അവനാണ് എല്ലാത്തിന്റെയും നിയന്താവ്, അവനാണ് എല്ലാത്തിനും രൂപം നൽകിയത്, അവനാണ് എല്ലാത്തിനും ഭാവം നൽകിയത്. അവന് എണ്ണമറ്റ നാമഗുണ വിശേഷങ്ങളുണ്ട് എന്ന് സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുകയാണ്. അള്ളാഹുവിന്റെ വാക്കുകൾ എങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നിങ്ങളുടെ വീടുകളുടെ തട്ടിൻപുറങ്ങളിൽ മാറാല പിടിച്ചു കിടക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ആയത്തെങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിലേക്ക് അവതരിക്കുകയാണെങ്കിൽ ലറഅയ്തഹു, ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാം, ഖാശിഅൻ മുതസദ്ദിഅ,
ഭയപ്പാട് കൊണ്ട് പൊട്ടിത്തെറിക്കുന്നതായി ആ പർവ്വതത്തെ നിങ്ങൾക്ക് കാണാമെന്ന് പടച്ചറബ് പഠിപ്പിച്ചു തരികയാണ്. ആയത്തുൽ കുർസിയിൽ അല്ലാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ ആരാധനില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരണമില്ലാത്തവനാണ്. ലാ തഖുദുഹു സിനതു വലാ നൗം. അവനെ ഉറക്കമോ മയക്കമോ ഒരിക്കലും തന്നെ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേത് മാത്രമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവന്റെ അടുത്ത് അവന്റെ അനുവാദമില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസിയിലൂടെ. ഇതാണ് യഥാർത്ഥത്തിൽ പടച്ച റബ്ബ്. അള്ളാഹിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന ഒരു മലക്കിന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞു തരാൻ അള്ളാഹു ഇതെന്നെ അനുവദിച്ചിരിക്കുന്നു. ആ മലക്കിന്റെ ചെവിയുടെ അറ്റത്ത് നിന്ന് പിരടി വരെയുള്ള ദൂരം എത്രയാണ്? 70 വർഷത്തെ വഴി ദൂരമാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും വലിയ രാജാതിരാജനായ കഴിവുള്ള കുദറത്തുകൾക്കുടമയായ പടച്ചറബ്, ആ പടച്ചറബിനെ മാല കിതാബുകളിലും പാള കിതാബുകളിലും പഠിപ്പിക്കുന്നത് ഔലിയാക്കന്മാരുടെ അസിസ്റ്റന്റ് ആയിട്ടാണ്. ഔലിയാക്കന്മാർ പറയുന്നത് പോലെ ചെയ്യുന്ന, അവരെ പേടിക്കുന്ന, അവരെ ഭയക്കുന്ന, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ടെലസ്കോപ്പ് വെച്ച് അവരെ മാത്രം ഇങ്ങനെ നോക്കി നടക്കുന്ന പടച്ചറബിനെയാണ് മാലക്കിതാബുകളും പാളക്കിതാബുകളും പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് എന്തുകൊണ്ട്? വിവരമില്ലാത്തതുകൊണ്ടാണ്. ആരാണ് പടച്ചോൻ എന്നുള്ളൊരു ബോധമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് മേലോട്ട് നോക്ക്, ആകാശത്തേക്ക്. ആകാശത്ത് കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ 2 ട്രില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. എത്ര? 2 ട്രില്യൺ ഗാലക്സികൾ. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ 2 ലക്ഷം കോടി ഗാലക്സികൾ. ഒരു ഗാലക്സിയിൽ തന്നെ 10 കോടി നക്ഷത്രങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗാലക്സിയിൽ 10 കോടിയിലധികം നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതാണ്. ഒരു നക്ഷത്രത്തിൽ 15 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയും, അതിലും കൂടുതൽ. അങ്ങനെയുള്ള 10 കോടിയോളം നക്ഷത്രങ്ങൾ ഒരു ഗാലക്സിയിൽ ഉണ്ടാവും. അങ്ങനെയുള്ള 2 ലക്ഷം കോടി ഗാലക്സികൾ മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യ പ്രപഞ്ചത്തിൻ്റെ 4.5% കണ്ടെത്തിയിട്ടുള്ളൂ. 95% ബാക്കിയാണ്. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനാണ് പടച്ചവൻ. ഇതിൻ്റെ എല്ലാം നിയന്ത്രമാണ് റബ്ബ്. ഇതിൻ്റെ എല്ലാം മാലിക്കാണ് റബ്ബ്. അതാണ് അല്ലാഹു ഹുവൽ മലിക് എന്ന് പറയുമ്പോൾ, അവൻ രാജാവാണെന്ന് പറയുമ്പോൾ, നമുക്ക് ഏതെങ്കിലും ഒരു നാടിൻ്റെ രാജാവായി സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന കൃമികീടത്തിന് സമാനമായ ഒരു മനുഷ്യൻ്റെ രൂപമല്ല നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. പിന്നെ ലക്ഷക്കണക്കിന് ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം പ്രാപ്തിയുള്ള, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, ലക്ഷക്കോടിക്കണക്കിന് ഗാലക്സികളുടെ രക്ഷിതാവ്. ആ ഗാലക്സികളിൽ നമ്മെപ്പോലെയുള്ള അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാം, അതുപോലെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവാം. ഈ പ്രപഞ്ചത്തിൽ എത്ര ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങളുണ്ട് അറിയില്ല നമുക്ക്. എല്ലാം അല്ലാഹുവിന്റെ ഖുദ്റത്തിന് കീഴിൽ ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കാൻ ആ പടച്ചവനെയാണ് ഇവർ ഔലിയാക്കന്മാരുടെ അസിസ്റ്റന്റുകളായി മാറുന്നത്. ഇതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്തറിയോ? അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള വിവരമില്ലായ്മ. പടച്ചറബിന്റെ ശിക്ഷ, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അറിയണം, നിന്റെ റബ്ബിന്റെ പിടുത്തം അത് കഠിനമാണ്, ശക്തമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാൻ, യഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയം അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, കഠോരമായി ശിക്ഷിക്കുന്നവനാണ്. സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു പറയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് വരില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ദുഹം വഹും യൽഅബൂൻ. നിങ്ങൾ ഇങ്ങനെ കളിച്ച് തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് വരില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ.
അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് ഭയപ്പെടാത്തവരെ, അതിനെക്കുറിച്ച് ആലോചിക്കാത്തവരെ, അതിനെക്കുറിച്ച് നിർഭയരായിരിക്കുന്നവരെ നിങ്ങളെക്കാൾ നഷ്ടക്കാരായി ലോകത്ത് മറ്റാരുമില്ല. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ചോദിക്കുന്നു, അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ. നിങ്ങളിങ്ങനെ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയുടെ അകം തിളച്ചു മറയുന്ന സമയം ആ ഭൂമി പിളർന്നുകൊണ്ട് അതിന്റെ അകത്തേക്ക് നിങ്ങൾ താഴ്ത്തപ്പെടില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. നിങ്ങൾ മുഴുവനും നശിച്ചു പോകുന്ന കല്ലുമഴ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് നേരെ പെയ്യിക്കില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത് എന്ന് പടച്ച റബ്ബ്. പ്രിയപ്പെട്ടവരെ, അവലം യഹ്ദി ലില്ലദീന യംശൂൻ, അല്ലാഹു ചോദിക്കുകയാണ്, ഒരുപാട് ഭൂമിയിലൂടെ നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര ആളുകളാണ് അവർ നശിപ്പിക്കപ്പെട്ടത്? എത്ര നാഗരികതകളാണ് ഈ ലോകത്തുനിന്ന് മുഴുവനും തുടച്ചു മാറ്റപ്പെട്ടത്? അതൊന്നും നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലേ? അതൊന്നും നിങ്ങളെ നന്നാക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ശിക്ഷ കഠിനകഠോരമാണ്, അതിഭയാനകമാണ്. ആ ശിക്ഷയെക്കുറിച്ച് ബോധമില്ലാത്തവരാണ് ഔലിയാക്കന്മാരുടെ അസിസ്റ്റന്റായി പടച്ചോനെ പഠിപ്പിച്ചിരുന്നത്.